السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وآل كل وصحابة الفائزين برضا الله أما بعد. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, പലപ്പോഴും ആത്മാർ അർത്ഥാക്കിയ വിഷയ മരണ, ഖബർ, പിന്നത്തെ ജീവന ചൊല്ലുമ്പോൾ അത് വലിയൊരു കഷ്ടമേ, വലിയൊരു പ്രയാസമേ, വലിയൊരു ബുദ്ധിമുട്ടേ എല്ലാവർക്കുമായിട്ടിക്കട് ചൊല്ല നിലക്കായിരിക്കട്. പക്ഷെ ആ ഒരു പേടി വേണം മനുഷ്യക്ക്. ആഖിറത്തെ വിഷയത്തിലും ഖബറിൻ്റെ വിഷയത്തിലും എപ്പോഴും ഒരു പേടി നല്ലതായിരിക്കട്. എന്തായിരിക്കുക ഭാവം, എൻ്റെ ആഖിറ എന്തായിരിക്കുക, എൻ്റെ ഖബർ എന്തായിരിക്കുക, എൻ്റെ ജീവന പിന്നീട് എങ്ങനെ ആയിരിക്കുക, ആ ഒരു പേടി നല്ലതായിരിക്കട്. ആ പേടിച്ചെത്ര അതിനെഷ്ട ആ വിഷയ എൻ്റെ ഇതിൽ പണ്ട് എത്ര നിങ്ങൾ അതിൽ പേടിച്ചമാ അത്ര നിങ്ങൾക്ക് ഹൈറായിരിക്കലുണ്ടായിരിക്കട്. അത് എന്തായിരിക്കുക എന്നുള്ളൊരു പേടി വരൽ അത് നിങ്ങൾക്ക് നിങ്ങൾ ഹൈർ നിങ്ങൾക്ക് പിന്നീട് ഇത് ഹൈറായിട്ട് വേണ്ടത് രണ്ടയാളെ ചെന്നിട്ടായിരിക്കും. ഇല്ല നക്കെന്താവല നക്കാണാവും ഇങ്ങനാവും അങ്ങനെ ഞങ്ങൾ എന്തായിരിക്കട്. വെറും അതേ ഒരു ധൈര്യത്തിലേ ഞങ്ങൾ ഇക്കരുത്. അത് ചിലപ്പോൾ ഞങ്ങളെ പിന്നീടുള്ള പരാജയത്തെ കാരണമായിരിക്കും. മീനാ മനുഷ്യ ആഗ്രഹം വേണം, എൻ്റെ അല്ല കൈവിടല, എനിക്ക് സ്വർഗത്താറും അതെല്ലാം വേണം. എപ്പോൾ ആരോഗ്യ സമയത്തിൽ അങ്ങനത്തെ ചിന്തന വേണം. എന്തിനായിട്ടിക്കട് എൻ്റെ അള്ളാഹുത്തിലെ കൈവിടല അങ്ങനെ ഇതാക്കും. അതിരൊട്ടികവും എന്തിനു പേടി യാറാ അതിനെ കണ്ടി യാറാവുമ്പോൾ പേടി വേണം. ഇതാണ് ആരോഗ്യ ടൈമിൽ ഉണ്ടാവണത്. അതേ നേരെ മരിച്ച മനുഷ്യ മരിക്കുന്ന ടൈം ഉണ്ടായെങ്കിൽ മരിക്കുന്ന മുട്ട ആവുമ്പോൾ യാറെ പേനായത് എന്തിനായിട്ടിക്കട് ആഗ്രഹങ്ങൾ, പോസിറ്റീവ് തിങ്ക്, നല്ല ബിയാറ നമുക്ക് സ്വർഗത്ത് കിട്ടും, എൻ്റെ അല്ല കൈവിടല. അപ്പോൾ അങ്ങനത്തെ ഒരു രണ്ട് വ്യത്യാസങ്ങൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വേണം. അപ്പോൾ ഏതാണെങ്കിലും മുഅ്മിനീങ്ങൾക്ക് സ്വാലിഹീങ്ങൾക്ക് നല്ല നിലയ്ക്ക് ജീവിച്ചെനിക്ക് മരണാവട്ട് അതിൽ പിന്നത്തെ ജീവനത്തെ ഓരോരോ ഘട്ടങ്ങളായിട്ടിക്കട് എല്ലാം അനുകൂലമായിട്ട് പണ്ടുകൊണ്ടാണ് ഞങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചത്. അള്ളാഹു അനുകൂലത്തിൽ ഞങ്ങളെ പഠിച്ചു തരുമാറാകട്ടെ. ഇനി മുഅ്മിൻ അല്ലാത്തങ്ങൾക്കും അതേപോലെ തമ്മാടികളായി ജീവിച്ചങ്ങൾക്കും ഖബർ ചൊല്ലത് എന്തായിട്ടിക്കട് പലപ്പോഴും നമുക്ക് ഉപ്പത്തിലായിട്ടാണ് വേണ്ടത്. ഖബറിലായിട്ടിക്കട് അദാബിടെ ആരംഭം തുടങ്ങടെ. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലുണ്ട്, ഓരോ വൈദാ ദുഫിനൽ അബ്ദുൽ ഫാജിർ, ബെടക്ക് മനുഷ്യരെ ഖബറിൽ അടക്കിയ സാത്തുക ദുനിയാവിൽ അള്ളാഹുടെ മറന്ന് ജീവിച്ചവനും നിസ്കാരത്തെയും പള്ളിയുടെയും ദീൻ്റെയും ഒരു വിഷയത്തിലും ലക്കും ലഗാമില്ലാണ്ട്, അതൊരു വിഷയത്തിൽ ഒരേ ഒരു ചിന്തന ഇല്ലാണ്ട് ഉഡ് പൈസവും ഉഡ് കൊസിയും ഉഡ് ആഡംബരവും ഉഡ് പിക്ചറും ഉഡ് പെണ്ണും ഉഡ് മൊബൈലും ഈ യൂട്യൂബും ചിലമാരെ കാണില്ല. അങ്ങനത്തെ ഒരു ബോധം ആ കുടുംബത്തിൽ കഴിക്കില്ല. ചില കുടുംബത്തിൽ അങ്ങനത്തെ ഒരു ബോധമേക്കില്ല. അങ്ങനെ മക്കം അതിനെ കാണ്ടി അപരായിട്ടില്ല. വെറും പഠിപ്പും സ്കൂളും കോളേജും പൈസവും തിന്നലും ചുറ്റലും ഇതേ ഇക്കിടെ. അതല്ലാണ്ട് ഒരു ദീനീ ബോധാചെന്നിട്ട് ആ കുടുംബത്തിലേക്കില്ല. മദ്രസ് മക്കളെ ചിലപ്പോൾ 4ാം ക്ലാസ് 5ാം ക്ലാസ് കർത്തിയം കഴിത്ത് അതും എത്ര മറച്ച ഈ നിലക്ക് എന്തിനായിട്ട് ഒരു ദീൻ്റെ വിഷയത്തിൽ ശ്രദ്ധയില്ലാണ്ട് ദുനിയാവിടെ ആൾമാറായിട്ട് മാത്രം ജീവിക്കിടക പല ജാഗലും നമുക്ക് കണ്ടുകൊണ്ടിരിക്കട്. അങ്ങനെ നിസ്കാരത്തെ ബോധമാ അല്ലെങ്കിൽ ഇതുപോലെ നന്മയുടെ വിഷയത്തിലുള്ള ബോധങ്ങളിലേക്കില്ല. അതുപോലത്തെ തമ്മാടികൾ, റൗഡിമാർ, ബെടക്കാൽമാർ, കള്ളന്മാർ, വഞ്ചകന്മാർ, വ്യഭിചാരികൾ, ഇതുപോലത്തെ തമ്മാടികളായ ആൾമാർ ഖബർ എത്തിയേണ്ടായെങ്കിൽ, അതല്ലെങ്കിൽ കാഫിരീങ്ങൾ ഖബർ എത്തിയേണ്ടായെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബർ ഒട്ടിಗೆ ചൊല്ലൂല ലാ മർഹബ വല അഹ്ല, നിക്ക് ഒരു സ്വാഗതവും ഇല്ല, നിന്റെ ഞങ്ങൾ സ്വാഗതാക്കില്ല, നിക്ക് പോയ സാത്തിಗೆ ഉനക്ക് ബെടക്ക് പളക്കായിട്ട് കേൾക്കേണ്ടി വേണ്ടി ഫസ്റ്റിಗೆ അമ ഇൻ കുന്ത ല അബ്ഗദ മൻ യംശി അലാ ദുഹ്രി ഇലൈ, നൻ്റെ മേലിൽ എത്രയോ ആൾമാർ നടന്നുകൊണ്ടിരിക്കാറ് ഭൂമിയുടെ മേലെ നടക്കുന്ന വിഷയമാണ് ചൊല്ലിട്ട്. പക്ഷെ ആ കൂട്ടത്തിൽ ഏറ്റവും നക്ക് അർസല്ലോ നീനായിട്ടിന്ന് നിൻ്റെ സ്വഭാവങ്ങളും ഖബർ വിഷയത്തിലുള്ള നിനക്ക് നനപ്പില്ലാത്തതും ഖബർ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്വരങ്ങളാക്കാത്തതും ഇങ്ങനെ നീ ജീവിച്ചത് കൊണ്ട് നീ നിൻ്റെ വലിയ അർസത്തോനായിട്ടിന്ന്. അതുകൊണ്ട് ഇന്നത്തെ നാൾ ഈ നിൻ്റെ മുട്ട വന്നര, അതുകൊണ്ട് ഇനി നിനക്ക് ചമ്മനക്ക് പടിപാടി തണ്ട നിക്ക് നാ ചമ്മനാനിക്ക് പടിപാടി തണ്ട ചെന്നിട്ടു പോയ സാധിക പോകുമ്പോൾ ഭാഷ വലിക്കലുണ്ടായിട്ട് ഖബർ. യജാലുല്ലാഹു ലി ഖബറിൻ ലിസാനൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബർക്ക്
ഒരു നാവ് ഉണ്ടാക്കിടൂല. സാധാരണ മനുഷ്യമുണ്ടരെ പോലത്തെ പഴക്കങ്ങൾ മുണ്ടൊരു നാവ്. അപ്പോൾ കബർക്ക് ചൊല്ലൂല, യബ്ന ആദം, ഓ മനുഷ്യ, ಕೈಫ ನಸೀತನಿ, ನಂಡ ನೀನು ಹೆಂಗಣ ಮರಂದ್ರೆ ಅಲ್ಲ ಅಮ್ಮ ಅಲಿಂತ ನೀ ಗೊಂತಿಲ್ಲ ಅಂತ ಅನ್ನಿ ಬೈತುದ್ದೋದು ನಾನು ಪುಲುಂಗಡೆ ಆವಾಜ್ ನೀನು ಗೊಂತಿಲ್ಲ ಅಂತ ಬೈತುಲ್ ವಹದ ನಾನು ಏಕಾಂತ ವಾಸത്തെ ಜಾಗ ನೀನು ಗೊಂತಿಲ್ಲ ಅಂತ ബൈത്തുൽ വഹ്ഷ ഒറ്റപ്പെട്ടിട്ട് ഇങ്ങനെ നീന് ബേജാറോട് കൂടെ ജീവിക്കുന്ന ജാഗ എനിക്ക് ഒന്നില്ല എന്താ എന്തേ നീന് ദുനിയാവിൽ ആ വിഷയം മറന്നേ എന്തേ എനിക്ക് അങ്ങനത്തെ ഒരു ചിന്തന എനിക്ക് വന്നിട്ടില്ല അവർ ചൊല്ലുണ്ടായിരിക്കരുത്. ഇനിയൊരു ഹദീസിലുള്ള ഇൻ തൊലിഖില അദു വീശുന്നിട്ടു അല്ലാഹു സുബ്ഹാനഹു തആല അള്ളാഹുടെ വിരുദ്ധമായിട്ട് നടന്ന ആൾമാർ, പരലോക ചിന്തന ഇല്ലാണ്ട് നടന്ന ആൾമാർ അങ്ങനെ റൂഹ് പിടിക്കുമ്പോൾ അള്ളാഹു താല കടത്തുന്ന ശത്രുവിട്ട് നീ പോ, നൻ്റെ ശത്രുവിട്ട് നീ പോ അള്ളാഹു താല ചൊല്ലേ. അങ്ങനെ പോയിട്ട് പല വിഷയങ്ങളും റൂഹ് ഊറുന്ന ടൈമിൽ ആക്കിയാൽ പിന്നെ ആ ഖബർക്ക് പോയിട്ട് എത്തിയിട്ടാകുമ്പോൾ ഓൻ്റെ തടിക്ക് ആ റൂഹ് വന്നിട്ട് എത്തരുത്. നശന്നല്ലേ മരിച്ചാൽ പിന്നെ റൂഹ് ചുണ്ടത് ഒരു സെക്കൻഡ് കൊണ്ട് ലക്ഷക്കണക്ക് കിലോമീറ്റർ ദൂരത്ത് പോകുന്നത് അവിടെ ഒരു ശക്തിയായിട്ട് റൂഹ് അങ്ങനെ ഉണ്ട്. പല നിലക്കുള്ള ആയുധങ്ങളും പല വസ്തുക്കളും കാണുമ്പോൾ സെക്കൻഡുകളെ കൊണ്ട് എവിടുക എത്ര എങ്ങനത്തെ അങ്ങനെ കണ്ടുകൊണ്ടുള്ള ഇപ്പം നമുക്കത് വിശ്വസിക്കലേക്ക് ഒരു തടസ്സവുമില്ല. അതുപോലെ ഓൻ്റെ റൂഹു ഓൻ്റെ തടിക്കപ്പേ വന്നിട്ട് എത്തരുത്. എന്നിട്ട് രണ്ട് മലക്ക് ഈ മനുഷ്യരൊട്ടിക പണ്ട് എന്നിട്ട് ഈ മനുഷ്യരെ ദയിപ്പാട്ട് ആ മലക്കിടെ രൂപങ്ങൾ ഞങ്ങൾ മുന്നിൽ പഠിച്ചരാ ഏറ്റവും വികൃതമായ ശൈലിയിൽ ആ എന്തിനായിട്ടിക്കടെ പൈയുടെ കൊമ്പുകളെ പോലത്തെ പല്ലിന്നോട്ട് ഒരു റക്കസി സ്വഭാവത്തെ കാണുമ്പമേ പേടിച്ചു കൊണ്ട് മുടി ബിർക്കുലിട്ടിട്ട് വല്ലാത്തൊരു കാണുമ്പമേ ഒരു പേടിജനകമാവുടെ ശൈലിയിൽ ഈ മനുഷ്യരെ മുട്ടാമലക്ക് വന്നിട്ട് കേക്കട മറബ്ബുക, നിന്റെ റബ്ബാനാണ്, നിന്റെ റബ്ബ് ആറ് കണ്ട് കേൾക്കുമ്പോ ഓണ് ചിലപ്പോ ദുനിയാവിൽ അള്ളാഹു റബ്ബോണ്ട് പഠിച്ചവനായിട്ടിക്കോ ഈ ചോദ്യത്തെ ഉത്തരങ്ങൾ ദുനിയാവിൽ പഠിച്ചതായിട്ടിക്കോ. പക്ഷേ ആ പഠിച്ചത് പ്രകാരം നടന്നിട്ടില്ല. നിസ്കാരത്തമാ പള്ളിടമാ നന്മടമാ ഗന്ധകാളിയില്ലാണ്ട് ജീവിച്ച മനുഷ്യ ഈ മനുഷ്യരുടെ റബ്ബാറ് കണ്ട് കേൾക്കുമ്പോ ഈ മനുഷ്യാട്ടേമൊരു അട്ടഹസിച്ച് അർബായിട്ടിട്ട് ചൊണ്ട നക്ക് കൊന്തില്ല, നണ്ട റബ്ബാറ് കണ്ട് നക്ക് കൊന്തില്ല. മനസ്സിനെ ഗുണമിനിങ്ങളെ ദുനിയാവുൾ അള്ളാഹു റബ്ബോണ്ട് കൊന്തിന്നെങ്കും അവിടെ ഉത്തര ചൊല്ലുണ്ടായെങ്കിൽ വരും ആ റബ്ബാറ് കണ്ട് പഠിച്ചത് കൊണ്ട് വയ്യാവല. ആ റബ്ബുടെ ആജ്ഞാവിരോധങ്ങൾക്ക് വിധേയമായിട്ട് നടന്ന് ആ റബ്ബുടെ പേടിയോടുകൂടെ നടന്ന ആൾമാർക്ക് മാത്രമേ ആ ഖബറിൽ വെച്ചിട്ട് ചോദ്യത്തിന് ഉത്തര കൊടുക്കുക. അവിടെ ഈ മനുഷ്യ നഗ്ഗൊന്തില്ല നഗ്ഗൊന്തില്ല. രണ്ടാമത്തെ ചോദ്യമാണ് മാദീനുക, നിന്റെ ദീനേത്, നിന്റെ ദീനേത് ഉണ്ട് കേൾക്കുമ്പോ ഓന്റെ പേര് അബ്ദുള്ള ആയിട്ടിക്കോ ഓന്റെ പേര് മുഹമ്മദ് ആയിട്ടിക്കോ അഥവാ നല്ല നല്ല പേരിൽ ജീവിച്ച ഇസ്ലാമിക പേരുള്ള മനുഷ്യായിട്ടിക്കോ ഇസ്ലാമിക ഭാഷയിൽ ജീവിച്ച മുന്തിയാളായിട്ടിക്കോ. പക്ഷേ ഈ ചോദ്യം കേൾക്കുമ്പോ അർബായിട്ടിട്ട് നഗ്ഗൊന്തില്ല നഗ്ഗൊന്തില്ല. പിന്നെയും കേക്കട് ഈ മനുഷ്യരെ നിങ്ങക്ക് കൊന്തുണ്ടാ ഹബീബ് റസൂലുള്ളാഹി തങ്ങളെ കാട്ടിട്ട് ചൊല്ലോ ബൊയ്സഫീക്കും, നിങ്ങക്ക് വേണ്ടി കടത്തപ്പെട്ട ഈ ആളിനെ നിങ്ങക്ക് കൊന്തുണ്ടാണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാട്ടിട്ട് കേൾക്കുമ്പോ ആ ടൈമിലും ഇല്ല എനക്ക് കൊന്തില്ല എനക്ക് കൊന്തില്ല ചൊല്ല ഉത്തരമാണ്. ആ ടൈമിലാണ് ഇതുപോലത്തെ ഇനിയും ചില ചോദ്യങ്ങളെല്ലാം ഉണ്ട്. ആ ചോദ്യങ്ങൾക്ക് ഉത്തര കൊടുക്കാത്ത ടൈമിലോ ആകാശത്തെ ഭാഗത്തിൽ നിന്നൊരു വിളി കേക്കട് അങ്കദബഅബ്ദി, നന്റെ ഈ അടിമ ഓണ് കളവ് ചൊന്ന ഓണ് ചൊമ്മ കള്ളവ് ചൊന്ന ആളാണ്. ഓണക്ക് ഉത്തര കിട്ടിയോണ്ടില്ല. ആയതുകൊണ്ട് ഇപ്പമേ അവന്റെ ഖബറുക നിങ്ങൾ വിരിപ്പിക്കണായത് തീയിൽ നിന്നുള്ള വിരിപ്പ് കൊണ്ടിട്ട് തീയുടെ ബെഡ്ഷീറ്റ് കൊണ്ട് നിങ്ങൾ വിരിക്കോറോ. ഓനക്ക് നിങ്ങൾ കൊടുക്കുന്ന ഡ്രസ്സ് തീയുടെ ഡ്രസ്സ് നിങ്ങൾ കൊടുക്കോറോ. ഓന്റെ ഖബറുക നിങ്ങൾ നരകത്തേക്കുള്ള വായിൽ നിങ്ങൾ തുറന്നു കൊടുക്കോറോ.
ഉടൻ തന്നെ ഈ സ്വരങ്ങളെല്ലാം നടക്കട് നരകത്തേക്കുള്ള വായിൽ തുടങ്ങട് ഓപ്പൺ ആവിടും. അതോടുകൂടെ നരകത്തെ തീകളും നരകത്തെ ബിസങ്ങളും കൊണ്ട് കബറുക എത്തര്. എന്നിട്ട് കബറ് കൊണ്ട് ഒരു ഞക്കൽ ഞക്കിട്ട് ഓണ്ട് നെഞ്ഞിര് രണ്ട് ഭാഗത്തെ മുടികൾ രണ്ട് ഭാഗത്തെ നെഞ്ഞിര് എന്തായിരിക്കട് മുള്ളുകൾ ഇങ്ങനെ പിടിച്ചു വയ്ക്കട് പരസ്പരം ജോയിന്റ് ആവിടോ ആയിട്ടില്ല. എന്നിട്ട് മലായിക്കത്ത് എന്തിനാകടെ കൊണ്ടുണ്ടാ ഒരടി കൊണ്ട് അടിക്കും മലായിക്കത്തിന്റെ കയ്യിലുള്ളെങ്കത്ത് ആ ദണ്ട് ആ വലിയ നിരക്കുള്ള ബടിയുടെ കാഠിന്യത്തിനങ്ങ് പഠിച്ചിട്ടായിട്ട് ആ ദണ്ട് കൊണ്ടൊരു അടിക്കും. അടിക്കിടെ മുലി അടിയുടെ ശബ്ദ ലോകത്തുള്ള സർവറും കേൾക്കുണ്ടായിട്ട് അതിലെ മുട്ട പോയിട്ട് ആ ജാഗിൽ മൃഗങ്ങളിൽ നിന്ന് അവിടെ പോയി നിക്കല. മനുഷ്യരും ജിന്ന് അല്ലാത്ത ഒരൊറ്റ എല്ലാ ജീവികൾക്കും ഈ അടിയുടെ ശബ്ദ കേൾക്കുന്നുണ്ടായിട്ട് എന്നിട്ട് ഒണ്ടൊട്ടിക ചൊല്ല് നം കമായനാമുൽ മൻഹൂസ് മുഅ്മിനായ സ്വാലിഹായ മനുഷ്യ ചോദ്യത്തിന് ഉത്തരം കൊടുത്തിട്ടാകുമ്പോ അവനുക്ക് ലാസ്റ്റിക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തിരങ്ങനെ ഒരു പുതിയ ആപ്പിള വറങ്ങടെ പോലെ പുതിയ പെണ്ണ് വറങ്ങടെ പോലെ വറങ്ങണ്ടായിരിക്കും. പക്ഷേ ഈ മനുഷ്യരൊട്ടിಗೆ ഈ ബെടക്ക് തമ്മാടി മനുഷ്യരൊട്ടിಗೆ ചൊല്ലിങ്കത്തെ ഉത്തര ഓ മനുഷ്യ നം കമായനാമുൽ മൻഹൂസ് മൻഹൂസ് വറങ്ങടെ പോലെ വറങ്ങണോ സ്വഹാബിങ്ങ കേൾക്കണാറ് ആറ് നബിയെ മൻഹൂസു ചൊന്നേണ്ടായെങ്കിൽ മൃഗങ്ങളുടെ കടികൾക്ക് വിധേയമായ പിലികളെയും അതുപോലെ ചിരത്തകളെ താളിക്ക് വിധേയ ആൾമാർ പാമ്പ് കടിച്ച ആൾമാർ എത്ര പെടത്തമ്പലത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുവാറാ. അങ്ങനത്തെ ആ പാമ്പ് കടികളും മൃഗക്കടികളും ഏറ്റെങ്കിത്തെ മനുഷ്യരെ ഉറക്ക് പോലെ നിങ്ങൾ ഉറങ്ങോറോ ഇങ്ങനെയായിട്ട് ഈ മനുഷ്യരുടെ ചൊല്ലെ ഇനിയും ഒരു രീതിയിൽ കാണ്ട് ഇരുമ്പുടെ വലിയ ദണ്ട് കൊണ്ടിട്ടു ഓന്റെ ജണ്ട് കാതിരെ നടുക്കുള്ള ഭാഗത്ത് ഒരു അടി അടിച്ചിട്ടാകുമ്പോ ഓണ് അർബായി ലോകത്തുള്ള മനുഷ്യരും ജിന്നുകളുമല്ലാത്ത എല്ലാ ആൾമാരും കേൾക്കുണ്ടായിട്ട് ഈ അടി കൊണ്ടിട്ട് കബറിലിതാ വലിയ തീകന അടിക്കുമ്പോ യന്ത്രത്തിൽ വലിയ സുത്തിക കൊണ്ടിട്ടു ഒരു തീകന അടിക്കുമ്പോ അവിടെ എത്ര തീയുടെ അംശങ്ങൾ പുറത്ത് തെരിക്കടാ. അങ്ങനത്തെ തെരിക്കലുകൾ വരെ തീ തെരിക്കരുത് വരെ ആ കബറിൽ നടക്കുണ്ടായിട്ട് എന്നിട്ട് വീണ്ടും ഈ മലായികത്ത് നിങ്ങളൊട്ടിക ചൊല്ലെ അടിച്ചൊൽ പിന്നെ മോനെ നീ മേൽ നോക്കടാ. നോക്കുമ്പോ അവിടെ നിന്ന് എന്ത്ര കാണ്ടുണ്ട് കൊണ്ടുണ്ടാ സ്വർഗത്തുള്ള ബായിൽ ഓപ്പൺ ആയിട്ടാണ് കണ്ടേ. അഥവാ ബായിലൂടെ സ്വർഗ ആരാമങ്ങൾ സ്വർഗത്തെ നേമത്തുകൾ സ്വർഗത്തെ സന്തോഷങ്ങൾ ഈ മനുഷ്യർ കാണുകയോടും ആ ടൈമിൽ ഈ മലായികത്ത് ആശയോടുകൂടെ സ്വർഗത്തെ ഇത്രയും അടികൾക്കും നൊമ്പലകൾക്കും വിധേയമായ ഈ ബെടക്ക് മനുഷ്യർക്ക് സ്വർഗത്തെ അനുഗ്രഹങ്ങൾ കാണുമ്പോൾ എത്രമാത്രം കൊസിയാവൂല്ലേ. ഒരേ ഒരു വൃത്തനായിട്ട് ജീവിക്കടെ കബറിൽ സ്വർഗ അനുഗ്രഹങ്ങൾ കാണുമ്പോൾ എത്ര കൊസിയാവൂല്ലേ. ഈ കൊസി കണ്ടിട്ടാകുമ്പോ മലായികത്ത് കൊണ്ടിട്ട് ചൊല്ലെ അത് അല്ലാഹുടെ ശത്രുവേ അല്ലാഹുവിന് വിരുദ്ധമായിട്ട് നടന്ന മനുഷ്യ ലൗ കുന്ത അതഅല്ലാഹ കാന ഹാദാ മൻസിലക. ഈ ദുനിയവിയായ ലോകത്തിൽ നീ ജീവിക്കുമ്പോ അല്ല ചൊന്ന പോലെ ആ അല്ല പടിപാടിയ പോലത്തെ ഇബാദത്തിലും തഖ്വത്തിലും നീ ജീവിച്ചിട്ടുണ്ടായെങ്കിൽ ഈ കാണ്ട സ്വർഗ നിന്റെ ആവാന്ത് വല്ലദീ നഫ്സി ബിയദിഹി സുല്ലാഹി തങ്ങ അല്ലാഹുടെ സത്യയിട്ടിട്ട് ചൊല്ലു ഇന്നഹു ലതസിലു ഇലാ ഖൽബിഹി ഇൻദ ദാലിക ഹസ്റത്തുൻ ലാ തർതദു അബദാ. മുഅ്മിനായ മനുഷ്യക്ക് കിട്ടിയ ആ സ്വാലിഹായ മനുഷ്യക്ക് കിട്ടിയ സന്തോഷത്തെ ഓപ്പോസിറ്റ് ആയിട്ട് ഈ ബെടക്ക് മനുഷ്യക്ക് പണ്ടെങ്കിത്തൊരു ബേജാറുണ്ട്. സ്വർഗ കാറ്റിട്ട് ഓൻ്റെ അളക്ക് മാറ്റിയ ഈ ശൈലി കാണുമ്പോ ഓണൊരു ഖേദ മനോഭാവം ഉണ്ടോ ഓണൊരു നിസ്സാരപ്പെടുത്തലും ഖേദമുണ്ട് ഒരു ടെൻഷനുമുണ്ട് ഒരു വല്ലാത്ത ബേജാറുമുണ്ട്. ആ ബേജാറ് പിന്നെ ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു പോവല. അത്രയും ശാശ്വതമായ ബേജാറ് കൊണ്ട് കൽബ് കൊണ്ടുണ്ടായിട്ട് എന്നിട്ട് നരകത്തുള്ള വായിൽ കാറ്റിട്ട് ഓപ്പൺ ആക്കിയിട്ട് കൊണ്ടിട്ട് ചൊല്ല് അള്ളാഹുടെ ശത്രുവേ ഈ കാണ്ട നരകമുണ്ടല്ലേ ഇത് നിന്റെ ആണ്. എന്തുകൊണ്ട് അള്ളാഹു വിരുദ്ധമായിട്ട് നീ നടന്നരേ അതുകൊണ്ടിട്ട് ഇത് നിന്റെ ആയിട്ട് ചെന്നിട്ട് നരകത്തെ കാട്ടിട്ട് ചൊല്ലു. എന്നിട്ട് നരകത്തേക്കുള്ള വായിൽ
സ്വർഗത്തെ ഓപ്പോസിറ്റ് ആയിട്ട് സ്വാലിഹിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് ബെടക്ക് മനുഷ്യക്ക് 77 നരകത്തെ വായിൽ തുറങ്ങിടുണ്ടായിരിക്കണം, ഓപ്പൺ ഔട്ട് ഉണ്ടായിരിക്കട്ടെ. ഈ കബറുക ആ 77 വായിലൂടെ നരകത്തിൽ നിന്നുള്ള എല്ലാ നിലക്കുള്ള ചൂടുകളും വിഷങ്ങളും പണ്ട് തോലു ഖിയാമെന്നാൽ തോലു പണ്ട്. എന്നിട്ട് ആയിട്ടില്ല ഈ മനുഷ്യർ അല്ലാഹു തആല കൊടുക്കുന്ന ശിക്ഷ. ഈ മനുഷ്യർ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ മനുഷ്യരെ ഏൽപ്പിക്കട് എന്തായിരിക്കട് 90 പാമ്പുകളെ ഏൽപ്പിക്കട്. 90 പാമ്പിടെ ഏൽപ്പിക്കട് അല്ലാഹു തആല ഉണ്ട് ഖബറിൽ. അല്ലെങ്കിൽ ഒരു ഹദീസിലുള്ള 90 ഒലിമ്പ് പാമ്പ് ഏൽപ്പിക്കട്. വേറെ വേറെ ഇനങ്ങളായ പാമ്പ്. എങ്ങനത്തെ പാമ്പ് കണ്ട് കൊണ്ടുണ്ടാ ആ പാമ്പിൽ പെറ്റ ഏതെങ്കിലും ഒരു പാമ്പ് ഖബറിന്റെ മേൽ വന്നിട്ട് ശ്വാസപുട്ടത്തുണ്ടായെങ്കിൽ ആ ചുറ്റുഭാഗത്തെ ഒരു ജാഗലും ഒരിക്കലും ഒരു തൈ മുളക്കല ഉള്ള തൈ ചത്തുപോകും. പിന്നെ അവിടെ തൈ വരല. അത്രയും വിഷസർപ്പങ്ങൾ 99 വിഷസർപ്പങ്ങൾ ഓൺ കേൾപ്പിക്കലുണ്ടായിട്ടിക്കടെ. ഈ പാമ്പിടെ സ്വതന്ത്രേ ഓണ്ട കൊത്തിയോണ്ടിക്കടെ, ഓർക്ക് വിസ കൊടുത്തോണ്ടിക്കടെ. എവിടുത്തോലോ ആ ഹൃത്തികെത്തിരോടത്തോലോ ഹൈസാബ് കിട്ടിയോടത്തോലോ ഓർക്ക് എത്തിയോണ്ടിക്കടെ. അയിത്ത ഇല്ല, തീന്നിട്ടില്ല. വെടക്ക് മനുഷ്യ അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ തീന്നിട്ടില്ല. കുരുടനായ അതുപോലെ മുണ്ടുകാവാത്ത കാത് കേൾക്കാത്ത ഒരു മനുഷ്യരെ അല്ലാഹു ഏൽപ്പിക്കടേ. ആ ഏൽപ്പിച്ചെങ്കത്തെ ആളുകൾ കാണ്ടില്ല. എന്തേ കാണ്ടില്ല? കണ്ടെങ്കിൽ കിർഫ വരുവല്ലേ, അതുകൊണ്ട് കാണ്ടില്ല. ആ ആളുകൾ കേക്കില്ല, കേട്ടെങ്കിൽ കിർഫ വരുവല്ലേ, അതുകൊണ്ട് കേക്കില്ല. ഈ മനുഷ്യരെ കാണാത്ത കേൾക്കാത്ത മനുഷ്യരുടെ കയ്യിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരുമ്പുടെ ഒരു ദണ്ട് കൊണ്ട് കൊടുത്തിടേ. എങ്ങനത്തെ ദണ്ട് കൊണ്ടുണ്ട? ആ ദണ്ട് കൊണ്ട് ഈ ഭൂമിയുടെ ഏതെങ്കിലും ഒരു പർവ്വതത്തെ അടിച്ചുണ്ടായെങ്കിൽ ആ പർവ്വത ചെല്ലാപ്പിള്ളയായിട്ട് മണ്ണ് പോലെ ആയി പോകും ഒരടി കൊണ്ട് മാത്രം. അങ്ങനത്തെ ഒരു ദണ്ട് കൊണ്ട് ഈ മനുഷ്യരെ കയ്യിൽ അല്ലാഹു കൊടുക്കോ. എന്നിട്ട് ഈ മനുഷ്യ ആ ബെടക്കായ കബറാളികൾക്ക് ഒരു അടി അടിക്കും. ആ അടിച്ച അടി കൊണ്ടിട്ട് ഖബറിന്റെ മേലുള്ള മശ്രിക്ക് മുതൽ മഗ്രിബ് വരെയുള്ള മനുഷ്യരും ജിന്നുകളല്ലാത്ത എല്ലാ ആൾമാർക്കും ഈ ശബ്ദം കേൾക്കുണ്ടായിട്ടിക്കട്. ഈ ശബ്ദം കേട്ടെങ്കത്തെ ഒരൊറ്റൊരു അടി കൊണ്ട് മാത്രം ഈ മനുഷ്യരെ തടി മണ്ണായി പോയിട്ട് ചെന്നത് കൊണ്ടിട്ട് നരകത്തിൽ നിന്ന് രക്ഷിക്കാവുക ഇല്ല മുഅ്മിനീങ്ങളെ. ഇല്ല, മണ്ണായത് കൊണ്ടിട്ട് കാര്യമില്ല. വീണ്ടും റൂഹ് മടക്കി കൊടുക്കൂ. എന്നിട്ട് ആ അടി കൊണ്ട് അടിക്കൂ. ഈ കണ്ണ് കാണാത്ത, കാത് കേൾക്കാത്ത, ഒരു കിർഫവും ഇല്ലാത്ത, അല്ലെങ്കിൽ അർബായി കേൾക്കുക വരെ സാധ്യമില്ലാത്ത നിലക്കുള്ള ഈ ആളെ കൊണ്ടിട്ടുള്ള അടി ഇത് നിരന്തരമായി അടിക്കടേ മണ്ണാക്കടേ, അടിക്കടേ മണ്ണ് പോലെ ആക്കടേ. ഇങ്ങനത്തെ ശിക്ഷകൾ കൊടുത്തോണ്ട് ഖബറിലേക്കുണ്ടായിട്ടിക്കടേ. فلا يزال فيها معذبا حتى يبعثه الله من ملجئه ذلك. ഓൻ കിടന്ന് ആ ജാഗിൽ നിന്നിട്ട് എനിക്കോർത്തോൾ അദാബിലെ ഓണിക്കോ, ഓൺ അദാബിലെ പൊറണ്ടോണ്ടിക്കോ. അല്ലാഹു കാത്ത് സലാമത്താക്കി തരുമാറാകട്ടെ. ഇങ്ങനത്തെ വിഷയങ്ങൾ കേൾക്കണോ, പഠിക്കണോ. ഈ പഠിപ്പുകൾ പരിശുദ്ധ റമദാനിൽ കേട്ട ഈ പഠിപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഹറാമാക്കുമ്പോൾ, ഒരു പെണ്ണിടെ കാണുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സുലാഭത്തിൽ കക്ക് പൈസ കിട്ടുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ബഡ്ഡി എടുക്കുന്ന ആവശ്യങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ വേറെന്തെങ്കിലും മൊബൈലിൽ യൂട്യൂബിൽ പലതും കണ്ട ടൈമിലോ അതിൽ നിന്ന് മാറി നിൽക്കുക. ഈ നിലക്കുള്ള ചിന്തനകൾ നമുക്ക് അത്യാവശ്യമായിരിക്കണേ. ഇത് നമുക്ക് അനിവാര്യമായിരിക്കണേ. അതുപോലത്തെ ബെടക്കുകളിൽ കൂടിയ ആൾമാർക്ക് ഇങ്ങനത്തെ വിഷയങ്ങൾ ഞങ്ങൾ അർത്ഥാക്കി കൊടുക്കണം. പഠിച്ചിട്ട് അതുകൊണ്ട് നല്ലാക്കും ഞങ്ങളെ കൊണ്ട് സാധ്യമാവണം. വാഴ് ചൊല്ലുക നല്ലാക്കും ഉസ്താമാർ മാത്രമല്ല, ഞങ്ങളെ ചങ്ങായിമാർ ഞങ്ങളൊട്ടി കൂടുമ്പോൾ, ഞങ്ങളെ മുറ്റത്തെ ആൾമാർ എന്തെങ്കിലും തപ്പാക്കുമ്പോൾ ഇതെല്ലാം ചൊന്നിട്ട് ഞങ്ങളെ സമാക്കും ഞങ്ങളെ കൊണ്ട് സാധ്യമാവണോ. ഞങ്ങളെ കൊണ്ട് നല്ലായെങ്കിൽ ഇതല്ലേ ഞങ്ങളെ ദുനിയാവാക്കറ നല്ലാവുക വലിയ കാരണം, അയാളുടെ ദുനിയാവ് നല്ലാക്കുക ഏറ്റവും വലിയ കാരണം. ഇതെല്ലാം ഞങ്ങളെ മുഅ്മിനായ മനുഷ്യന്മാരായ ഞങ്ങൾ പഠിച്ചിട്ട് ഞങ്ങളെ ഖൽബിൽ വെക്കണോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പഠിച്ചിട്ട് ഇതനുസരിച്ച് നടക്കുകയും ഈ അദാബുകൾ വിധേയമാവിടെ എന്തെല്ലാം സ്വരങ്ങളുണ്ടാ, ബെടക്ക് സ്വരങ്ങളുണ്ടാ,
അതിൽ നിന്ന് മാറി നിൽക്കോ ഞങ്ങൾക്കും ഞങ്ങൾ ഇഷ്ടപ്പെട്ട ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരൊറ്റൊരു ശിക്ഷകും വിധേയമാവാണ്ട് 100% സർട്ടിഫിക്കറ്റ് അനുകൂലമായി കിട്ടുന്ന കൂട്ടത്തിൽ അള്ളാഹു ഞങ്ങളെയും ഇച്ചുന്ന സർവറേയും അള്ളാഹു പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഓരോരുത്തരെ ബേജാറ്, ദുഃഖങ്ങൾ, ടെൻഷനുകൾക്ക് അള്ളാഹു പരിഹാരം നൽകുമാറാകട്ടെ. എല്ലാവർക്കും അള്ളാഹു സന്തോഷങ്ങളും റാഹത്തുകളും സുറൂറുകളും വിജയങ്ങളും തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ.